മെയ് ദിനം ലോകത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച രക്ഷകന്റെ വളർത്തുപിതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ ഔസേപ്പിതാവിനെ പ്രത്യേകമാം വിധം അനുസ്മരിക്കുന്ന ദിനമാണിന്ന്. സുവിശേഷത്തിൽ കാര്യമായ ഒന്നും തന്നെ പ്രതിപാദിക്കപ്പെടാത്തവൻ, സുവിശേഷത്തിൽ ഒരക്ഷരം പോലും സംസാരിക്കാത്തവൻ, സുവിശേഷകരും അവനെക്കുറിച്ച് നിശബ്ദരായിരുന്നു. യേശുവിന്റെ പരസ്യ ജീവിതത്തിന് മുമ്പെങ്ങോ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അതിനാൽ പരസ്യജീവിത കാലഘട്ടത്തിൽ മാത്രം യേശുവിനെ അനുഗമിച്ച ശിഷ്യരാകട്ടെ ഒരിക്കലും യൗസേപ്പിതാവിനെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. സുവിശേഷത്തിലെ ഈ ഒരു നിശബ്ദതയ്ക്ക് ഇതൊരു കാരണമായിരുന്നിരിക്കാം. അത് സ്വാഭാവികം മാത്രം. യേശു സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അവന്റെ വളർത്തുപിതാവിന് പിന്നെ ലോകത്തിലേറെ സാങ്കത്യമില്ല. രക്ഷാകര പദ്ധതിയിൽ അവന്റെ ദൗത്യം പൂർത്തിയായതാകാം അവനെ തിരുസന്നിധിയിലേക്ക് പെട്ടെന്ന് വിളിക്കാൻ കാരണമായത്. അതുമല്ലെങ്കിൽ ഏറെ ക്ലേശകരമായ ഒരു ജീവിതം നയിക്കപ്പെടേണ്ടി വന്നതിനാൽ അനാരോഗ്യം ബാധിച്ചും യൗവനത്തിൽ തന്നെ മരിച്ചതാകാം. യൗസേപ്പിതാവിന്റെ കഠിനമായ യാത്രകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നസ്രത്തിൽ നിന്ന് ബെത്ലഹേം വരെ, പിന്നീട് ഈജിപ്തിലേക്ക്, വീണ്ടും നസ്രത്തിലേക്ക്. അതുകൊണ്ടൊന്നും അലച്ചിൽ തീരുന്നില്ല. വർഷാവർഷം 4 തവണയെങ്കിലുമുള്ള ജെറുസലേം തിരുനാൾ യാത്ര, കുടുംബത്തെ പുലർത്താൻ വേണ്ടിയുള്ള അത്യധ്വാനവും എല്ലാം കൂടെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു കാണും. ദൈവഹിതത്തിന് എപ്പോഴും കാതോർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു യൗസേപ്പ്. രക്ഷാകര കർമ്മത്തിൽ രക്ഷകനും അവന് ജന്മം നൽകിയ തന്റെ ഭാര്യയ്ക്കും പങ്കാളിത്തമുണ്ടാകാമെന്ന് ചിന്തിക്കാനുള്ള വിനീത ഭാവം ഉണ്ടായിരുന്നതിനാൽ ദൈവഹിതത്തിന് സന്തോഷത്തോടെ അവൻ സ്വയം വിധേയപ്പെട്ടു. ഓരോ ജന്മത്തിനും ഓരോ ദൈവീക പദ്ധതിയുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിലും നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ക്ഷേമം എന്നത് കേൾക്കുമ്പോൾ ലോക സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ളതാകാമെന്ന് നാം കരുതുന്നു. ക്ഷേമം എന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. നാം ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നവരാണ്. ഉണർന്നിരിക്കുമ്പോഴും ലോകത്തിന്റെ ക്ഷേമത്തെ പ്രതി നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരു സ്വപ്നത്തെക്കുറിച്ച് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി അബ്ദുൽ കലാം കുട്ടികളോട് പറഞ്ഞ സംഭവം നാം കേട്ടിട്ടുണ്ടല്ലോ. വിശുദ്ധ യൗസേപ്പ് ദൈവിക പ്രചോദനത്തിന്റെ സ്വപ്നങ്ങൾ കാണുകയും അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ചവനുമായിരുന്നു. ലോകത്തിന്റെ നെറുകയിലെത്താനുള്ള സ്വപ്നങ്ങളായിരുന്നില്ല അത്. ഈ ലോകം വിട്ടു പോകുമ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ഒക്കെ ഈ ലോകത്തോട് അവസാനിക്കുമെന്ന് വിശുദ്ധ യൗസേപ്പിതാവ് പഠിപ്പിക്കുന്നു. അതിനാൽ ഉന്നതത്തിൽ നിന്നും വരുന്നവന്റെ ഉത്തരവാദിത്വം ദൈവം അവനെ ഏൽപ്പിച്ചു. അവന്റെ വളർത്തപ്പനായി. അപ്പം നൽകുന്നവൻ ആരോ അവനാണപ്പൻ. അപ്പത്തെ വിതരണം ചെയ്യുന്നവൾ അമ്മയും. അവർ നൽകുന്ന അപ്പം തിന്ന് വളരുന്നവർ മക്കൾ. ഇവർ മൂവരും കൂടുമ്പോൾ ഒരു നല്ല കുടുംബം ജനിക്കുന്നു. കൂടുമ്പോൾ ഇമ്പം ജനിക്കുന്നത് കുടുംബം. അപ്പന്മാർ പലപ്പോഴും കുടുംബത്തിൽ വിസ്മൃതരാകും. എങ്കിലും ഫീനിക്സ് പക്ഷിയെ പോലെ നിശബ്ദരായി ഹൃദയരക്തം നൽകി പോറ്റുന്നവനാണ് അപ്പൻ. വേഴാമ്പൽ പക്ഷിയെ പോലെ സ്വന്തം ജീവൻ വെടിഞ്ഞും മക്കളെ വളർത്തുന്നവനാണപ്പൻ. കരഞ്ഞു കാണിക്കാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദമായി മക്കളെ പോറ്റി വളർത്തുന്ന അപ്പന്മാർ പലപ്പോഴും വീടുകളിൽ ഒറ്റപ്പെടാറുണ്ട്. കടലോളം ദുഃഖം ഒളിപ്പിച്ചു വെച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഓരോ അപ്പന്മാരുടെയും മുൻമാതൃകയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. തന്റെ മകനെയും അവന്റെ അമ്മയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കെൽപ്പുള്ളവനായതിനാലാണ് വളർത്തുപിതാവായി ദൈവം അവനെ തിരഞ്ഞെടുത്തത്. അതവൻ അക്ഷരം പ്രതി പൂർത്തിയാക്കി. അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മധ്യസ്ഥനായി ദൈവം അവന് സ്വർഗത്തിൽ സ്ഥാനം നൽകിയിരിക്കുന്നു. ജീവസന്ധാരണത്തിനായി അഹോരാത്രം കഷ്ടപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കടമ നിർവഹിച്ച ശേഷം എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറട്ടെ എന്ന മനോഭാവത്തോടെ ജോലികൾ ചെയ്യുന്നവരാകാം.